രോഗാനശേഷാനപഹംസി തുഷ്ടാരുഷ്ടാതു കാമാൻ സകലാനഭീഷ്ടാൻ ത്വാമാശ്രിതാനാം ന വിപന്നരാണാം ത്വാമാശ്രിതാ ഹ്യാശ്രയതാം പ്രയാന്തി. രോഗങ്ങൾ പലവിധമാണ്. ഇവിടെ സൂചിപ്പിക്കുന്ന രോഗം മനുഷ്യ ശരീരത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല. ഭയം, അജ്ഞാനം, ആന്തരിക അഭാവം, ആത്മരസം നഷ്ടപ്പെടൽ അഥവാ ആത്മീയ ജീവശക്തിയുടെ ക്ഷയം എന്നിവയിൽ നിന്നാണ് അവ ഉദ്ഭവിക്കുന്നത്. ദേവിയുടെ കോപം ശാപമായി കരുതേണ്ടതില്ല. നമ്മുടെ ആത്മീയ ഉണർവിനെ തടസ്സപ്പെടുത്തുന്ന ആസക്തികളെ നിർമാർജനം ചെയ്യുന്നതിനുള്ള കൃപയുടെ മറ്റൊരു രൂപമാണ് അത്. ദേവിയിൽ ശരണാഗതരായവർക്ക് ദൈവിക സംരക്ഷണ ബോധം അനുഭവസാധ്യമാകുന്നു. അവർ പുനഃചൈതന്യപ്പെട്ട് സഞ്ജീവിതരായി സ്വയം സമ്പൂർണരാകുന്നു. ദേവിയുടെ കടാക്ഷം ഭക്തനിൽ ആന്തരിക പരിവർത്തനം സാധ്യമാക്കുന്നു. ജീവിതത്തിൽ വ്യക്തതയും ഊർജവും സമ്പൂർണതയും ഉദയം ചെയ്യുന്നു. തുടർന്ന് ആത്മനിയന്ത്രണവും വൈരാഗ്യവും മുഖേന ഭക്തനെ ശുദ്ധീകരിച്ച് അവൾ തൻ്റെ ആജ്ഞാവർത്തിയാക്കി മാറ്റുന്നു. ധർമ്മം പരിപാലിച്ചും ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചും നമുക്ക് അവളോട് ഐക്യപ്പെടാം. ഒരു സാധകൻ്റെ ജീവിതം ദൈവിക ഊർജത്തിൻ്റെ നിറവിൽ അർത്ഥപൂർണമാകുന്നു. ആത്മാവ് ദേവിയിൽ ലയിക്കുമ്പോൾ ഒന്നും വൃഥാവാകുന്നില്ല. ഓരോ അനുഭവവും ആന്തരിക പരിവർത്തനമായി രൂപാന്തരപ്പെടുന്നു. ജയ് ചണ്ഡി.